അത് കഴിഞ്ഞ് കൃത്യം 2 വീക്സ് കഴിഞ്ഞപ്പം അവളുടെ കുട്ടി പനി പിടിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. ആ ഒരു മരണത്തിന്റെ പിന്നിൽ അവൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. സ്റ്റോറി ടൈം. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാനൊരു ന്യൂസ് കണ്ടു. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു കുട്ടിയുടെ സ്വന്തം അമ്മ 2 മാസം പ്രായമുള്ള ചെറിയ കുട്ടീനെ ആ കുട്ടിയുടെ സ്വന്തം അമ്മ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കൊന്നിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാനാകെ സർപ്രൈസ് ആയിപ്പോയി. എങ്ങനെയാണ് സ്വന്തം അമ്മക്ക് ഈ ഒരു കുട്ടീനെ കൊല്ലാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതെൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഫ്രണ്ട് ഓൾറെഡി ഒരു കുട്ടിയുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞു അവളും കുട്ടിയുടെ അടുത്ത് എപ്പോഴും ദേഷ്യത്തിലാണ്, കുട്ടിയുടെ അടുത്ത് എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കും, വെറുതെ ഷൗട്ട് ചെയ്യാണ്, എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് അവളുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറിയ കുട്ടിയല്ലേ, എന്തിനാണ് കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞാനും ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു പാരന്റിങ്ങിലൂടെ ആയിരുന്നു കടന്നു പോയത്. കുട്ടിയുടെ അടുത്ത് വെറുതെ ഷൗട്ട് ചെയ്യുക, വെറുതെ ചീത്ത പറയാം, വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും എനിക്ക് ദേഷ്യം വരും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുക, എൻ്റെ ഇമോഷൻസ് മൊത്തം ഞാൻ കുട്ടിയുടെ അടുത്ത് ഡംപ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞാനും കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ പഴയ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാനും ഭയങ്കര ദേഷ്യത്തിലാണ്, എനിക്ക് ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക ചോദിച്ചു. അത് കഴിഞ്ഞ് കൃത്യം 2 വീക്സ് കഴിഞ്ഞപ്പം അവളുടെ കുട്ടി പനി പിടിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. ആ ഒരു മരണത്തിന്റെ പിന്നിൽ അവൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി.